തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് വലിയൊരു ചരിത്ര സംഭവമാക്കി മാറ്റുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. അതെ, അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൗൺസിലർമാരെ മുഴുവൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അവർക്ക് സ്വീകരണം വരെ ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ രാജ്യമൊട്ടാകെ ഒന്ന് ഇളക്കി മറിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് എന്നുള്ളത്. ഇതിലൂടെ ഇനി ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? നേട്ടത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചവർ പോയിരിക്കുന്നത്. അതിൻ്റെ കൂടെ അത്താഴ വിരുന്ന്. തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വിഷയങ്ങൾ ഓരോ കൗൺസിലർമാരുമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മേയറുമായിട്ടും ഡെപ്യൂട്ടി മേയറുമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ ചെയർമാൻമാരുമായിട്ട് ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ മേയർ കിട്ടിയപ്പോൾ അവിടുത്തെ വികസന കാര്യം ചർച്ച ചെയ്യുവാൻ ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി സമയം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് ചരിത്രത്തിൻ്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്നൊരു സംഭവമാണ്. ഇന്ത്യ ചരിത്രത്തിൽ പല പ്രധാനമന്ത്രിമാരും ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു മേയർമാരെ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സ്ഥലത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യുവാനോ ഒരു പ്രധാനമന്ത്രിമാരും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം ജനാധിപത്യ പ്രക്രിയയിൽ കേരളത്തിലെ BJP നേതാക്കളെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കാണ്. കേരളം എങ്ങനെയെങ്കിലും ഈ ദരിദ്ര സംസ്ഥാനത്തിൽ നിന്ന്, വികസന കാഴ്ചപ്പാടില്ലാത്ത സംസ്ഥാനത്ത് നിന്ന്, അതുപോലെ വ്യവസായ മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ എന്തെങ്കിലും ഒക്കുമോ എന്നുള്ളത് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാമെന്നുള്ള പ്രധാനമന്ത്രിയുടെ മോഹമായിരിക്കും. അത് സഫലമാകുവാൻ പോകുന്നു. അപ്പോൾ ഇവിടുന്ന് രാജേഷ് ചുമ്മായല്ല പോയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മേയർ ഇവിടുത്തെ പ്രോജക്റ്റിന് ആവശ്യമായ രൂപരേഖകൾ കൊണ്ടാണ് പോയിട്ടുള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇവിടുത്തെ നായ്ക്കളുടെ പ്രശ്നത്തിനുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും, ഇപ്പോൾ നായ്ക്കളെ പിടിക്കുകയാണെങ്കിൽ പരിസ്ഥിതിവാദികൾ മനേകാ ഗാന്ധി പോലുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ള നോംസുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായ യുവതി-യുവാക്കൾ ഇന്ത്യ വിടുന്നു. അവർക്കിവിടെ എന്തെങ്കിലും തൊഴിൽ സംരംഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കുള്ള പദ്ധതികൾ, ഇവിടെ നഗരത്തിനുള്ള ആവശ്യമായ ഡെവലപ്മെൻറ്റ്, സാംസ്കാരിക ഒരു ചരിത്ര നഗരമാക്കി മാറ്റുന്ന പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് പ്രസംഗിച്ചു. അതിനു വേണ്ടിയുള്ള പദ്ധതികൾ, ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഹിന്ദുക്കൾക്കായിട്ടുള്ളവർക്കും ഒരു ഭക്തി നിർഭരമായ രീതിയിലുള്ള ടൂറിസം കോറിഡോർ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി, വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ, കേരളത്തിലും തിരുവനന്തപുരത്തും യുവതി-യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കേണ്ട പദ്ധതി ആവിഷ്കരണം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലിങ്ക് റോഡിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്ത് കൗൺസിലുമായി തീരുമാനിച്ചിട്ട് ഫയലുമായിട്ടാണ് കേന്ദ്രത്തിൽ പോയിരിക്കുന്നത്. ഇവർ വിമർശിക്കുന്നത് പുത്തരിക്കണ്ടത്ത് വന്നിട്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചില്ല? ഒരു പ്രധാനമന്ത്രിക്ക് പുത്തരിക്കണ്ടത്ത് വന്ന് ഇവിടുത്തെ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നും നിയമമൊന്നും അങ്ങനെ ഒരിടം അനുശാസിച്ചിട്ടില്ല. നമ്മുടെ പ്രൊപ്പഗണ്ട ആദ്യം പ്രധാനമന്ത്രിക്ക് കൊടുക്കുക, പ്രധാനമന്ത്രിയുടെ ഓഫീസ് പഠിച്ചതിന് ശേഷം ഓരോന്നും ചർച്ചയ്ക്കെടുക്കും. അപ്പോൾ അതിന് നേരിട്ട് 40 വർഷം കൊണ്ട് കുടുംബസ്വത്തായിട്ട് വച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ മേയർ ആയിരുന്ന തിരുവനന്തപുരം നഗരസഭ തിരിച്ച് BJPക്ക് കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിക്കൊരു സന്തോഷം. അവരെ വിളിച്ചൊരു വിരുന്ന് കൊടുക്കുകയും അവരുടെ പദ്ധതികൾ, ഓരോ നിങ്ങളുടെ വാർഡിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരു പ്രവർത്തന ബാന്ധവം പ്രധാനമന്ത്രി നാഷണൽ BJP കമ്മിറ്റിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അമിത്ഷാ കേരളത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രധാനമന്ത്രി വന്നു. അപ്പോൾ അമിത്ഷാ വന്നിട്ട് ചുമ്മാ പോയി അവിടെ ഇരിക്കുകയല്ല, പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും ഇന്ന കാര്യങ്ങളാണെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷായും നിർദ്ദേശിച്ചു കൊണ്ടതായിരിക്കാം പാർട്ടി പ്രസിഡന്റ് നവീൻ നിതിൻ കേരളത്തിൽ യാത്ര ചെയ്തു. അദ്ദേഹം വന്നു, താമരയുടെ പടം വരച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് കേരള തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ പ്രചരണ ഉദ്ഘാടനം നടത്തി. അമിത്ഷാ ബൂത്ത് ലെവലിലുള്ള നേതാക്കളുമായിട്ട് ഡിസ്കഷൻ നടന്ന് ആ പേജ് പ്രമുഖർ ശക്തി കേന്ദ്ര ശക്തിപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്തു. നമ്മുടെ ദേശീയ പ്രസിഡന്റ് വന്നിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്യുവാൻ നേതാക്കളോട് ആഹ്വാനം ചെയ്തു.
ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അടുത്ത കേരളത്തിൽ മെയ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രൊപ്പഗണ്ട, നല്ല രീതിയിലുള്ള പ്രചരണവും അതിൻ്റെ തന്ത്രങ്ങളും എന്താണോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേരള ജനതയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ആണ് എന്നാണ് ഇത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പക്ഷേ ഇതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കേരളത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ആണ്. കാരണം ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് 20% ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വോട്ട് പെർസെൻറ്റേജും വന്നു. കൂടുതൽ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കുവാനും കഴിയും. ഈ കണക്കിന് കേരളത്തിൻ്റെയും നാഷണൽ പത്രങ്ങളുടെയും ഇലക്ഷൻ അനാലിസിസ് നടത്തുന്ന പ്രമുഖരുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ കണ്ടപ്പോഴും കേന്ദ്ര ഇൻ്റലിജൻസ് എന്തായാലും ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കും, ഏതൊക്കെ മണ്ഡലങ്ങളാണ് BJPക്ക് സ്വാധീനമുള്ള A ക്ലാസ് മണ്ഡലം എന്ന്. ആ റിപ്പോർട്ടുകൾ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം പ്രധാനമന്ത്രി തിരുവനന്തപുരം മേയറെയും എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെ ചെയർമാന്മാരെയും വൈസ് ചെയർമാന്മാരെയും എല്ലാവരെയും 119 പേരെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ മാനദണ്ഡം വരുവാൻ പോകുന്നു. അതിന് മുൻകൈ NDA എന്നുള്ള നിലയിൽ BJP മുൻകൈ എടുക്കുന്നു. അത് കേരള ജനത സ്വാഗതം ചെയ്യും. കേന്ദ്രം ചെയ്യുന്ന ഈ നിലപാട് കാരണം 10 വർഷത്തിന് മുമ്പേ UDF ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനം എങ്ങനെയായിരുന്നു, ഇപ്പോൾ കേരളത്തിൽ 10 വർഷം ഭരിച്ചപ്പോൾ കേരളം എങ്ങനെയാണ്, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ യാത്ര ചെയ്യുന്നവരുടെ റോഡ് വികസനമായാലും തുറമുഖങ്ങളായാലും കേരളത്തിൻ്റെ ആ ഒരു വികസന കാഴ്ചപ്പാട് കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കുന്ന ഗവൺമെൻറ് ഇവിടെ വരികയാണെങ്കിൽ കേരളം സമ്പുഷ്ടമാകും. അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റുകൾ കേന്ദ്രം കേരളത്തിന് കൊടുക്കും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളെ ബ്രഹ്മോസിന് കൊടുത്തിട്ടുള്ള പ്രോജക്റ്റ്, അതുപോലെ ഫോറൻസിക് ലാബിന് കൊടുത്തിട്ടുള്ള പ്രോജക്റ്റുകൾ, രാജീവ് ഗാന്ധി ബയോടെക്നോളജിക്ക് കൊടുത്തിട്ടുള്ളത്, നിരവധി സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് ആരംഭം എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുള്ള പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഇതറിയാം. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തനത്തിന് ശക്തനായ ഒരു യുവ നേതൃത്വവും കൂടി BJPക്ക് വരണം. അതുകൊണ്ടാണ് അദ്ദേഹം തമിഴ്നാടും കേരളവും സന്ദർശിച്ചത്. ഈ 45-കാരനായ നവീൻ നിവീനെ കേരളത്തിൽ അയച്ചതോ നിസ്സാരത്തിന് ചുമ്മാ വന്ന് കേരളത്തിൽ കുറേ പ്രസംഗം നടത്തിയിട്ട് പോകേണ്ടതല്ല. ഈ രണ്ട് മുന്നണികളും നീണ്ട 10-50 വർഷം കേരളത്തിൽ എന്ത് ചെയ്തു അത് ജനങ്ങൾക്ക് ധരിപ്പിക്കുവാനാണ് ജനപ്രതിനിധികളായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ താഴേക്കിടയിലുള്ള മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കളെ ഡൽഹിക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്രിയാത്മകമായ ഒരു പ്രവർത്തനം വരും. തിരുവനന്തപുരം പാർട്ടി ഉദ്ദേശിക്കുന്നത് 40 MLA തിരുവനന്തപുരത്ത് പാർട്ടിക്ക് കിട്ടുമെന്നാണ് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട്. അതേപോലെ ഓരോ ജില്ലകളും കൊല്ലത്തുനിന്ന് 2 MLA കിട്ടും, ആലപ്പുഴയിൽ നിന്ന് 2 MLA കിട്ടും. എന്തിനേറെ പറയുന്നു, വ്യവസായ കേന്ദ്രമായ എറണാകുളത്തു നിന്ന് പോലും ഒരു അസംബ്ലി മണ്ഡലം കിട്ടുമെന്ന് പറയുന്നു 2020യുടെ സഹായത്തോടു കൂടി. അതുപോലെ പാലക്കാട് കിട്ടും, അതുപോലെ കാസർഗോഡ് കിട്ടും, തൃശ്ശൂർ കിട്ടും, കോഴിക്കോട് കിട്ടും. കോഴിക്കോട് 12 കൗൺസിലർമാരാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ BJP NDA എന്നുള്ള ആ മുഖമുദ്രയിൽ ഇന്ന് 18-ൽ പരം MLA കേരളത്തിൽ കിട്ടുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. പാർട്ടി കേന്ദ്രം നിയോഗിച്ച ഇൻ്റലിജൻസുകാർ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു നാഷണൽ ചാനലിൽ പറഞ്ഞതാണ്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ BJP ജയിക്കുമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ അവിടെ രാജേന്ദ്രനെ പോലുള്ളവർ BJPക്ക് വന്നത് ഗുണമാണ്. ചന്ദ്രശേഖർ പോലുള്ളവർ അവിടെ പോയപ്പോൾ കിട്ടിയ സ്വീകരണങ്ങളാണ്. തോട്ടം മേഖലയുടെ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കൊല്ലത്ത് MLA കിട്ടുമെന്ന് പറഞ്ഞത് കശുവണ്ടി ഫാക്ടറിക്ക് വേണ്ടി അവിടുത്തെ പാവ അണ്ടി തല്ലുന്ന തൊഴിലാളികൾക്ക് ESIക്ക് ഒരു ഹോസ്പിറ്റൽ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് പുറംതിരിഞ്ഞു നിന്നു. ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് പറഞ്ഞ എന്താണ് അസംബ്ലിയിൽ, ഇത് ആടി ഉലയുന്ന കപ്പലല്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ. ഇത്രയും നല്ല ആത്മധൈര്യമുള്ള ഒരു ഗവൺമെൻറ്റിനെ കൊല്ലത്ത് വന്ന ഹോസ്പിറ്റൽ വരണമെന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ പേഡിൽ ഈ ആരോഗ്യമന്ത്രിക്ക് ഒരു റെക്കമെൻഡ് ചെയ്തുകൂടെ?
പ്രതിപക്ഷ MP ആയ NK പ്രേമചന്ദ്രനാണ് പറഞ്ഞത്, കശുവണ്ടി മേഖലയ്ക്ക് ഉണർവ് തകരുന്ന പുതിയ ബഡ്ജറ്റാണ്. അതിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലും 600 കോടി രൂപയാണ് ഹോസ്പിറ്റലിന്. അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഗവൺമെൻറ്റിന് ഇതെല്ലാം കൂട്ടിക്കൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളായ മേയർമാരും മുനിസിപ്പാലിറ്റി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഒരു നല്ലൊരു നേതൃത്വ പടവം കൊടുക്കുവാനാണ് ഒരു അത്താഴ വിരുന്നിന് ഡൽഹിയിൽ ഈ ജനപ്രതിനിധികളെ ആരാധ്യനായ മോഡി ക്ഷണിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.